അഞ്ചൽ ആയൂർ റൂട്ടിൽ കൈപ്പള്ളിമുക്കിന് സമീപം ഐസ് പ്ലാന്റിന് താഴെയുണ്ടായ വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു. KSRTC ബസും പിക്കപ്പും തമ്മിൽ മുഖാമുഖം കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പിക്കപ്പ് ഡ്രൈവർ വെളിയം സ്വദേശി 37 വയസ്സുള്ള ഷിബുവാണ് മരിച്ചത്. പിക്കപ്പിലുണ്ടായിരുന്ന അമ്പിളി എന്ന സ്ത്രീയെ ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പിക്കപ്പിലുണ്ടായിരുന്ന മൂന്നാമത്തെ ആളായ ബിനുരാജിനും സാരമായി പരിക്കേറ്റു. ബസ്സിലുണ്ടായിരുന്ന 34 പേർക്ക് പരിക്കുണ്ട്. ഇവരുടെ തലയ്ക്കും മുഖത്തുമാണ് കൂടുതൽ പരിക്ക്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന മല്ലപ്പള്ളി ഫാസ്റ്റാണ് റോഡരികിലുള്ള ചാലിലേക്ക് മറിഞ്ഞത്. രാവിലെ ജോലിക്കായിട്ട് ഇറങ്ങിയതായിരുന്നു. ഇറങ്ങിയ സമയത്ത് ഒരു വാഹനത്തിൽ ഒരാൾ വന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആക്സിഡന്റ് നടന്ന് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഓടിക്കൂടെ വന്നപ്പം KSRTC ബസ് ഇങ്ങനെ ഇടയ്ക്കുകയും മറ്റേ വണ്ടി ഇടിച്ച് കിടക്കുന്ന നേരത്തെ അതിനകത്ത് 2 പേര് യാത്രക്കാരുണ്ടായിരുന്നു. യാത്രക്കാരെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ഭർത്താവാന്ന് ചോദിക്കുന്നു. ഇവർ 2 അതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് നല്ല സീരിയസ് ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ളവരെല്ലാം മുഖമെല്ലാം മുറിഞ്ഞ് നല്ല പരിക്കുകളുണ്ട്. പരിക്കുകളെന്ന് പറഞ്ഞാൽ ഇടിയെന്ന് പറഞ്ഞാൽ ഈ ഭാഗം കൊണ്ട് എല്ലാവരേക്കും. അങ്ങനെ ഞങ്ങൾ ഈ ബസ്സിലുള്ളവരെല്ലാവരെ എടുത്ത് ഇറക്കി ആംബുലൻസിലും ഉൾപ്പെട്ടുള്ള നമ്മുടെ ആട്ടോ സുഹൃത്തുക്കളെല്ലാവരും കൂടെ വന്ന് അവരെ കയറ്റി വിട്ട് അതിനുശേഷം പോലീസുകാരെ നമ്മൾ ഈ ബാഗുകൾ മൊബൈലെല്ലാം അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ പോലീസുകാരുമായിട്ട് ബന്ധപ്പെടുക. പിക്കപ്പിലൊരു സ്ത്രീയും പുരുഷനുമായിരുന്നു. അത് സ്ത്രീയും പുരുഷനുമായിരുന്നു. അത് അവർ ഈ റബ്ബർ തൈ കയറ്റിക്കൊണ്ട് വന്നതാണ്. അത് ഏത് ഭാഗത്തുനിന്നാണ് വന്നതെന്നുള്ളതൊന്നും കൃത്യമായിട്ട് നമുക്ക് 40ഓളം വരുന്ന യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. സംഭവ സ്ഥലത്ത് ഫയർഫോഴ്സ് സംഘം എത്തി വാഹനത്തിനുള്ളിൽ കയറി പരിശോധന നടത്തി. വാഹനം സാധാരണ നിലയിലേക്കാക്കാനുള്ള പരിശ്രമങ്ങളും നടത്തി വരികയാണ്. റബ്ബർ തൈ കയറ്റിവന്ന പിക്കപ്പാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ പോലീസും നാട്ടുകാരും ചേർന്ന് വിവിധ ആശുപത്രികളിൽ എത്തിച്ചു. യാത്രക്കാരുടെ ബാഗ്, കുട, ചെരുപ്പ് എന്നിവ പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു. റിപ്പോർട്ടർ സജി, അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ.